നമസ്കാരം. പല അവസരങ്ങളിലും നെഹ്റുവിയൻ ഫോറിൻ പോളിസി മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെടും. കാരണം നെഹ്റു എന്തടിസ്ഥാനത്തിലാണ് ചില അവസരങ്ങളിൽ പെരുമാറിയിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. നെഹ്റുവിന്റെ ഇസ്രായേൽ ഡിപ്ലോമസി അദ്ദേഹത്തിന്റെ ഈ സ്വഭാവത്തിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ്. 1948 മെയ് മാസത്തിലാണ് ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വരുന്നത്. അതിനെ ഭാരതം അംഗീകരിക്കുന്നത് 2.5 കൊല്ലം കഴിഞ്ഞ് 1950 സെപ്റ്റംബറിലാണ്. എന്നാൽ 1949 നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയെ നെഹ്റു അപ്പോൾ തന്നെ അംഗീകരിച്ചു. 1949 കമ്മ്യൂണിസ്റ്റ് ചൈന നിലവിൽ വന്നപ്പോൾ അവർ UN അംഗമായിരുന്നില്ല. അവർക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വവും ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടിനു വേണ്ടിയും UN മറ്റു ലോകരാജ്യങ്ങൾക്കിടയിലും ചൈനയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തത് നെഹ്റുവാണ്. ഭാരതത്തിന് ഓഫർ ചെയ്ത UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വം ചൈനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടായിരുന്നു നെഹ്റുവിന്റെ ക്യാമ്പയിനിങ്. എന്നാൽ ഇതേ നെഹ്റു ഇസ്രായേലിന്റെ ക്രിയേഷന് വേണ്ടി UN ജനറൽ അസംബ്ലിയിൽ വോട്ടിംഗ് നടന്നപ്പോൾ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തു. അതുമാത്രമല്ല, ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നതിന് ശേഷം ആ രാജ്യത്തിനെ UN അംഗമാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ നടന്ന വോട്ടിങ്ങിലും നെഹ്റു ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തു. പാലസ്തീനെ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാക്കുക, ഈ ആശയത്തിന്റെ മേൽ UN ജനറൽ അസംബ്ലിയിൽ വോട്ടിംഗ് നടക്കുന്നത് 1947 നവംബർ 29-നാണ്. 10 മുസ്ലിം രാജ്യങ്ങളും ഇന്ത്യയും മാത്രമാണ് ഇസ്രായേലിനെതിരായിട്ട് വോട്ട് ചെയ്തത്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ അപേക്ഷയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നെഹ്റു ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തത്. 1000 കൊല്ലം അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കണമായിരുന്നു. അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. ഹിന്ദുക്കളെ പോലെ നൂറ്റാണ്ടുകളോളം യാതന അനുഭവിച്ച ജൂതന്മാരോട് നെഹ്റു അല്പമെങ്കിലും കരുണ കാണിക്കണമായിരുന്നു. അദ്ദേഹം അത് കാണിച്ചില്ല. അദ്ദേഹത്തിന് വോട്ടിങ്ങിൽ നിന്നും വിട്ടു നിൽക്കാമായിരുന്നു. അദ്ദേഹം അതും ചെയ്തില്ല. അദ്ദേഹം ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ചു. നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധിയും അതിനുശേഷം രാജീവ് ഗാന്ധിയും ഒക്കെ ഇസ്രായേലിനോട് അതേ അകൽച്ച പുലർത്തിയിരുന്നു. 1992 മാത്രമാണ് ഇസ്രായേലുമായിട്ട് നമുക്കൊരു ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പോലും ഉണ്ടാകുന്നത്. അതും ഈ കുടുംബവാഴ്ചയ്ക്ക് പുറത്തു നിന്നൊരു പ്രധാനമന്ത്രി നരസിംഹറാവു വന്നതിന് ശേഷം മാത്രമാണ് അത് സംഭവിക്കുന്നത്. ഏതാണ്ട് 1/2 നൂറ്റാണ്ട് നെഹ്റു കുടുംബത്തിലുള്ളവർ ഇസ്രായേലിനോട് ഇങ്ങനെ പെരുമാറിയെങ്കിലും ഇസ്രായേൽ ഭാരതത്തിനോട് തിരിച്ചങ്ങനെ പെരുമാറിയിട്ടില്ല. എല്ലാ ആപൽഘട്ടത്തിലും അവർ നമ്മളെ സഹായിച്ചിട്ടേ ഉള്ളൂ. 62 ചൈനീസ് യുദ്ധത്തിലും 71 പാകിസ്ഥാൻ യുദ്ധത്തിലും ഒക്കെ നമ്മളെ അവർ ആയുധം തന്ന് സഹായിച്ചു. നിങ്ങൾ ഇന്ന് ഇസ്രായേലിനെ നോക്കൂ. ഇസ്രായേൽ ഈസ് ഷൈനിങ് ആസ് എ ഫസ്റ്റ് വേൾഡ് നേഷൻ. എന്നാൽ കുടുംബാധിപത്യവും സോഷ്യലിസവും കാരണം സ്വാതന്ത്ര്യം ലഭിച്ച 75 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നമ്മൾ പട്ടിണിക്കാരുടെ രാജ്യമായി അറിയപ്പെടുന്നു. അതിനൊരു വലിയ മാറ്റം കൊണ്ടുവന്നത് നരസിംഹറാവുവും നരേന്ദ്രമോദിയുമാണ്. കുടുംബവാഴ്ചയ്ക്ക് പുറത്തു നിന്നുള്ള 2 വലിയ രാഷ്ട്രതന്ത്രജ്ഞർ. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.